കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോ, അയർലൻഡ്, USA ആൻഡ് കാനഡ. ആ കാണുന്നത് ടോം ക്രൂസിന്റെ യോട്ടാണ്. ജെനിഫർ ലോപ്പസിന്റെ വീടാണ്. ജെനിഫർ ലോപ്പസ്, പോളിന റൂബിയോ, മെക്സിക്കോയിലെ സിംഗർ, ഭയങ്കര ഫേമസ് മെക്സിക്കൻ സിംഗറാ. റിക്കി മാർട്ടിന്റെ വീടാണ്. പുള്ളിയുടെ യോട്ടാ കിടക്കുന്നത്. $55 മില്യൺ ഉള്ളൂ അല്ലേ. ഈ കാണുന്നത് ഇംഗ്ലണ്ടിലെ റോയൽ ഫാമിലിയുടെ ഒരു വീടാണ്. ഇവിടെ ഭർത്താവിന്റെ ലിപ്സ്റ്റിക് ആണോ അല്ലല്ലോ എന്താ സാധനം ഇട്ട് കൊടുക്കുന്ന ഭാര്യ. ഓഹ് എന്തായാലും ഇത്രയും ദിവസം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അതാണ് സംഭവം. അതൊക്കെ കൊള്ളാം, അടിപൊളി. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നു മയാമി കാണാനായിട്ട്. ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് മയാമി കണ്ടില്ല. സോ വി ആർ ഗോയിങ് ടു സീ മയാമി. വി ആർ ഗോയിങ് ടു മയാമി ബീച്ച് ആൻഡ് അതല്ലേ വെൽക്കം ടു മയാമി. നൈസ് ടു മീറ്റ് യു. മയാമി ബീച്ച് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു മയാമി ആൻഡ് സുഖല്ലേ? ചേച്ചി കുറേ ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു, തിരക്കിലായിരുന്നു, ജോലിയിലായിരുന്നു. സോ എന്തായാലും നൈസ് ടു മീറ്റ് യു അഗെയിൻ. അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. നമുക്ക് നാളെ പോകല്ലേ? ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് മയാമി ഡൗൺ ടൗൺ ഏരിയയിലേക്കാണ്. മയാമി എന്ന് പറഞ്ഞ ആ ഒരു നഗരം ഒട്ടേറെ പ്രത്യേകതകളുള്ള, എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ തന്നെ ഏറ്റവും വൈബ് സിറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് മയാമി എന്ന് പറയുന്നത്. സോ ആ മയാമി ഡൗൺ ടൗണിൽ പോയിട്ട് നമ്മളൊരു സിറ്റി ടൂർ നടത്താൻ വേണ്ടിയാണ് പോകുന്നത്. ഒരു ബസ്സൊക്കെ എടുത്തിട്ട് ഒരു സിറ്റി ടൂർ ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു സിറ്റി കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറയുന്നത് മയാമിയാണ്. ബെസ്റ്റ് ടൂറാണ്. അപ്പോൾ മയാമി എന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്ക് ഒട്ടേറെ പ്രതീക്ഷകളുണ്ട് മയാമി ഡൗൺ ടൗൺ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മനസ്സിലുള്ള ഭാവനയാണ്. ആ ഭാവന അതേപോലെയാണോ അതോ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഭാവന മാറി വേറെ ഏതെങ്കിലും ഭാവനയാവുമോ എന്നൊക്കെയുള്ള നമുക്ക് പോയി കാണാം. ഓ, ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇത് കണ്ടില്ല എന്നൊക്കെ. ഓ അടിപൊളി. ഇത് മോണോറെയിൽ പോലത്തെ ഒരു സംഭവമാണ്, പക്ഷെ ചെറിയ കുട്ടി ബസ് പോലത്തെ സാധനം. അതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മള് ബീച്ചിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. ഈ സാധനം അടിപൊളിയാണല്ലോ. 1ഉം 2ഉം ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിപ്പം ബേ സൈഡ് മരീന ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണല്ലോ. ഇവിടുത്തെ മറീന ഏരിയ ആണ്. ടൂറിസ്റ്റുകളൊക്കെ ധാരാളം വരുന്നൊരു സ്ഥലം. പിന്നെ സുവനീർ ഷോപ്പുകളും, പിന്നെ ഇവിടെ നമുക്ക് ഫെറസ് വീലും പരിപാടികൾ, പിന്നെ ഇവിടെ നിന്ന് ബോട്ട് റൈഡുകൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുന്നൊരു സ്ഥലം. ഒരു ആൽമരം വെട്ടി വെച്ചിരിക്കുന്ന കേട്ടോ, വളരെ ഭംഗിയോടുകൂടി. അത് മഷ്റൂം ഷേപ്പിൽ ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ബോട്ട് റൈഡുകളൊക്കെ പോകാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ബേ സൈഡ് ഏരിയ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ കാണുന്ന കയോസ്കുകളിൽ നിന്നൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബോട്ട് റൈഡിനും പിന്നെ പല പല റൈഡുകൾക്കൊക്കെ പോകാൻ സാധിക്കും. പല പല ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഇങ്ങനെ ഇതുപോലെയുള്ള പ്ലക്കാർഡുകളും പിടിച്ച് നമുക്ക് അവർ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ കിളികളെയും കൊണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരികളായി നിൽക്കുന്ന മറ്റ് കുറേ കിളികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പലതരത്തിലുള്ള കിളികൾ പുള്ളിയുടെ കയ്യിലും തോളത്തും തലയിലും വരെ ഇരിപ്പുണ്ട്. മക്കാവും പിന്നെ നല്ല കിടിക്കാച്ചി കിളികൾ. ആ ചേട്ടൻ ഒരു കാലേ ഉള്ളു കേട്ടോ, ഒരു കാല് വെപ്പുകാല. ചേച്ചി രാവിലെ വന്നിട്ട് ഞാൻ വെറുതെ ചോദിച്ചാണേ, ജോലിക്ക് പോയിരിക്കുമായിരുന്നല്ലോ കുറേ ദിവസമായിട്ട്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പം കുറേ മെഡിക്കൽ ടേംസ് എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും കലകിയില്ല. കുറേ ഏതൊക്കെയോ സർജറികൾ ഉണ്ടായിരുന്നു. ഈ സർജറി എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയത്തില്ല എന്തൊക്കെയോ പേരാ. ഈ നിങ്ങൾ പറയുമല്ലോ ഓരോ സ്കോപ്പി മറ്റേ സ്കോപ്പി ഇതൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ പേരുകളില്ലേ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനെല്ലാം മനസ്സിലായ പോലെ തലയാട്ടിയിരുന്നു. കുറേ പേരുകൾ. പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ അനസ്തേഷ്യ കൊടുത്തിട്ട് അയാള് എന്താ പറയാ എക്സ്റ്റിബേറ്റ് ചെയ്തില്ലേ, അങ്ങനല്ലേ പറയാ, എക്സ്റ്റിബേറ്റ് ചെയ്തിട്ട് റെഡി ആയില്ല. ഹി വാസ് വെരി 80-85 വയസ്സുള്ള ആളായിരുന്നു. അത്രയും കോംപ്ലിക്കേറ്റഡ് സർജറി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഷി വാസ് എന്താ പറയാ. അങ്ങനല്ല, ഡോക്ടേഴ്സ് അല്ലേ. അപ്പൊ ഇവര് റെഗുലറായിട്ട് ഇവരുടെ ടോക്കല്ലേ പറയുന്നത്. ചേച്ചി രാവിലെ എന്നോട് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ചേച്ചി. ഞാൻ പിന്നെ ചേച്ചി പറഞ്ഞത് കേട്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷെ ഇവരുടെ ടേംസ് നമുക്ക് മനസ്സിലാവൂല ചില സമയത്ത്. His professor didn't like him because Mahatma Gandhi was too bright. And one day he went to the cafeteria with his lunch and he sit next to his teacher. His teacher looked at him and said, "Have you ever seen a pig eating next to a bird?" And Mahatma Gandhi looked at him and said, "I'm sorry, sir, I believe in flying." Okay, so do we get a ticket? Yes, come on. Yeah, of course. You would like to go for a trip? Hop off, big boss. Yeah.
That's the father of the tour. Let me show you. Do we have a ticket or this is the ticket? No, no, That no. is the ticket. Okay, this is the thing right here. Take Oh, a picture okay. of each QR. Take your phone out and take a picture in case you lose it. So this is only for today or No, you got 3-day buses. oh, it's for 3 days? Yeah, the bus and the boat is one ride. Okay. Try to make it 15 minutes before 4 o'clock, okay? Here. So Thank that's you. just don't lose it. Oh yeah, sure. Thank you. Español? No, English. English? Okay. Grab your headphones on the left, English channel 1. We are good? Gracias. Thank you. Muchas gracias. Hi, how are you? Thank you. Headphone headset ഒന്നും ഓ എന്തിനാ വേറെ പണിയില്ല. നമുക്ക് ചരിത്രം നമുക്ക് കണ്ടാൽ പോരെ. ഹായ്. ഓ വാവ്. That's nice. ഹലോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ബസ് ടൂർ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏത് രാജ്യത്ത് പോയാലും ഏത് സിറ്റിയിൽ പോയാലും ഇതുപോലൊരു ബസ് ടൂർ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെ കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് സ്വന്തം നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് വേറൊരു രീതി ആയതുകൊണ്ട് ഞാൻ യൂഷ്വലി ഒന്നും എടുക്കാറില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ബസ് ടൂർ എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ ആ ക്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ പൊക്കി തൂക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ. നമ്മുടെ ബസ് ഇങ്ങനെ പതുക്കെ വിട്ടു. ഇതിൻ്റെ മേളിൽ കൂടെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിമാനങ്ങൾ പറന്നു പൊങ്ങി പോകുന്ന കാണാം. മയാമി എയർപോർട്ട് തൊട്ടടുത്താണ്. ഈ മയാമി നഗരത്തിന് മയാമി എന്ന് പറഞ്ഞ പേര് കിട്ടാൻ കാരണം ഇവിടെ മയാമി നദി ഉള്ളതുകൊണ്ടാണ്. മയാമി റിവറിൻ്റെ സമീപത്താണ് മയാമി ബീച്ചാണെങ്കിലും ഒരു റിവറുണ്ട്. ഈ റിവറും ബീച്ചിലേക്ക് അല്ലാതെ കടലിലേക്ക് വന്ന് പതിക്കുന്നത് മയാമി നഗരത്തിലൂടെയാണ്. അപ്പോൾ മയാമി റിവർ ഉള്ളതുകൊണ്ടാണ് ഇതിന് മയാമി എന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ മയാമിയുടെ സിറ്റിക്ക് ഒരു ഫ്ലാഗ് ഉണ്ട്. ആ ഒരു സിറ്റി ഫ്ലാഗും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഫ്ലാഗും തമ്മിൽ ഒട്ടേറെ സിമിലാരിറ്റീസ് ഉണ്ട്. ഓൾമോസ്റ്റ് സിമിലർ കളറും മറ്റും സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ബസ് വിട്ടിരിക്കുകയാണ്. ചെറിയൊരു തണുത്ത ഇളം കാറ്റിൽ ഇങ്ങനെ ഈ ബസ്സിൻ്റെ മുകളിൽ വെയിലത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ്. വലിയൊരു ബേ സൈഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇതിന് പുറകെ കാണുന്ന പാർക്കിംഗ് ബിൽഡിംഗ് ആണ്. അവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ അമ്മോ ഇതെന്തോ അല്ലേ, നമുക്ക് ഈ സാധനങ്ങളൊക്കെ വളരെ അടുത്തിങ്ങനെ കാണാം. കണ്ടില്ലേ ഇതുപോലെയുള്ള ഇതെന്താ റെയിൽ റോഡ് ക്രോസിങ്ങോ? ഇതിലൂടെ ട്രെയിനൊക്കെ ഉണ്ട്. അടിപൊളി. ഇത് റെയിൽവേ പാളം. ഇവിടെ കസയ സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിൽഡിംഗ് കാണാം. ഐ തിങ്ക് ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഇത് പറഞ്ഞ പോലെ എന്തോ തിയേറ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആണെന്ന് തോന്നുന്നു. എല്ലായിടത്തും കാണാം iPhone 17 Proന്റെ പരസ്യം. ഈ കാണുന്നതൊക്കെ പലതും താഴെയൊക്കെ ഓഫീസുകളും പിന്നെ കടമുറികളും, മുകളിലേക്ക് പോകുമ്പോഴത്തേക്കിനും അപ്പാർട്ട്മെന്റുകൾ, റിച്ച് പീപ്പിൾസ് ലൈഫ്. എത്ര നല്ല ഉണ്ടാവുമല്ലേ ആ പല അപ്പാർട്ട്മെന്റുകളുടെയും ബാൽക്കണിയിലൊക്കെ നമുക്കിങ്ങനെ ആൾക്കാർ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അല്ല ഡ്രസ്സ് ഉടക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ആ പരിപാടിയൊക്കെ. ചില ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ വെയിൽ കാഞ്ഞിരിപ്പുണ്ട്. ഒരു പ്രതിമ ഉണ്ടോ എനിക്ക്, ഒരു സ്റ്റാച്ചു, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റാച്ചു. അങ്ങനെ നമ്മൾ കടൽ തീരത്തൂടെയാണ് പോകുന്നത്. ശരിക്കും നമ്മളിപ്പോഴും മയാമി ബീച്ച് കണ്ടിട്ടില്ല. മയാമി ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ദ്വീപുണ്ട്. ആ ഒരു ദ്വീപിലാണ് ബേസിക്കലി മയാമി ബീച്ച് ഇരിക്കുന്നത്. ഈ മയാമി എന്ന് പറയുന്നത് ക്രൂസ് ഷിപ്പുകളുടെ നാടും കൂടിയാണ്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂസ് ഷിപ്പുകൾ വരുന്നതും പോകുന്നതും പുറപ്പെടുന്നതുമായിട്ടുള്ള ഒരു നഗരം എന്ന് പറയുന്നത് മയാമി ആയിരിക്കും. സോ ദ ക്രൂസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആണ് മയാമി. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മെയിൻലാൻഡിൽ നിന്നും മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മാൻമെയ്ഡ് ഐലൻഡിലാണ് മയാമി ബീച്ച് ഉള്ളത്. ഇവിടെ തന്നെ നോക്കിയാൽ ഒരു കപ്പൽ 2, 3, 4, 5, 6, 7, 8 ക്രൂസ് കപ്പലുകൾ ഇവിടെ കിടപ്പുണ്ട്. വലിയ കപ്പലുകൾ. നല്ല കാറ്റ്. ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ വിന്റർ ഇല്ലാത്ത സ്ഥലങ്ങളിലൊന്നാണ് ഫ്ലോറിഡ. ഇവിടെ എപ്പോഴും ട്രോപ്പിക്കൽ വെതറാണ്. ഇപ്പം ന്യൂയോർക്കിലൊക്കെ ഇപ്പം നല്ല വിന്റർ ആയി വരികയാണ്. ആയി തുടങ്ങി. വിന്റർ ആയില്ലേ? ആയി. യെസ്. ടൗൺ ഇവിടെ തന്നെ ഫ്ലോറിഡയുടെ അങ്ങേയറ്റം ചെല്ലുമ്പോഴത്തേക്കിനും വെതർ മാറി അല്ലേ? ഫ്ലോറിഡയുടെ അങ്ങേയറ്റം നിങ്ങൾ 10 മിനിറ്റ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ 1 ഡിഗ്രി താഴും. അത്രയും മാറ്റമാണ് ഈ ഒരു സ്ഥലത്തുണ്ടാകുന്നത്. സോ 365 ദിവസവും വിന്റർ ഇല്ലാതെ വരാൻ പറ്റുന്ന US-ലെ ഒരു ഡെസ്റ്റിനേഷനാണ് മയാമി അല്ലെ ഫ്ലോറിഡ. കിലോമീറ്റർ കണക്കിന് നമ്മളിങ്ങനെ പോകുമ്പം നമ്മളെ വലതുവശത്ത് കാണുന്നത് ക്രൂസ് ഷിപ്പുകളാണ്. എന്തോ ഒരു MSC കാർണിവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമ്പനികളുടെ ക്രൂസ് ഷിപ്പുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രൂസ് ഷിപ്പിൽ കയറുന്നത് ഇറങ്ങുന്നതുമായിട്ടുള്ള സ്ഥലം അതാണ് മയാമി. മയാമി ക്രൂസ് ഷിപ്പ് ടെർമിനൽ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് വേൾഡ് ക്രൂസ് എന്ന് വേണമെങ്കിൽ പറയണം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വിമാനത്തിൽ മയാമിയുടെ മുകളിലൂടെ പറക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ മുകളിൽ നിന്ന് കണ്ടതാണ്. ഇതിൻ്റെ ആകാശ ദൃശ്യം നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ ആ ഒരു മാൻമെയ്ഡ് ഐലൻഡിലേക്ക് എത്തുന്നു. ഐലൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കെട്ടിടങ്ങളും
യോട്ടുകൾ കിടക്കുന്ന സ്ഥലങ്ങളും ചെറിയ ഇതുപോലെയുള്ള ബോട്ടുകൾ കിടക്കുന്ന സ്ഥലങ്ങളും മറീന ഏരിയാസ് ഒക്കെ കാണാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ആ ഭാഗത്താണ് മയാമി സൗത്ത് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു മാൻമെയ്ഡ് ഐലൻഡിലാണ്. ഇത് വലിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സൗത്ത് ബീച്ചിൻ്റെ അവിടെ ഈ ബസ് നമ്മളിവിടെ ഇറങ്ങുന്നുണ്ടോ? വേണ്ട, നമ്മളിങ്ങനെ പോയി ചുറ്റി കറങ്ങി തിരിച്ച് വന്നിട്ട് മതിയല്ലേ? നമുക്ക് ബസ്സിലിരുന്നതൊക്കെ കാണാം, ഈ സ്ഥലമൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ശരിക്കും ബീച്ച് സൈഡുകളാണ്. ഇതെല്ലാം മയാമി ബീച്ചാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2-3 കിലോമീറ്റർ മൊത്തം മയാമി ബീച്ച് ഏരിയ ആണ്. സൗത്ത് ബീച്ച്, നോർത്ത് ബീച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മോസ്റ്റ് ഹാപ്പനിങ് സ്ഥലങ്ങളൊക്കെയാണ്. ഇതുപോലുള്ള ധാരാളം കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഹോട്ടലുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. ഇറ്റാലിയൻ ബേക്കറി, പിന്നെ ഇവിടെ ക്യൂബൻ ഫുഡ് ഇഷ്ടംപോലെ കിട്ടും. ഇഷ്ടംപോലെ ക്യൂബൻസ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് മയാമി. ഇവിടെ ഒരു ലിറ്റിൽ ഹവാന എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ഉണ്ട്. ബീച്ച് സൈഡിൽ വലിയ ഉയരമുള്ള കെട്ടിടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ സ്കൈ സ്ക്രൈപ്പേഴ്സ് ഒന്നുമില്ല. ബീച്ചിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഓർത്ത് എന്ത് തിരക്കാൻ നോക്കുക. റെസ്റ്റോറൻറ്റുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടംപോലെ തിരക്കുകളും മറ്റൊക്കെ ആയിട്ട് നല്ല ഇഡിലും വൈബുള്ള ഒരു ടൗൺ. അതാണ് മയാമി. മയാമിക്ക് എപ്പോഴും ടൂറിസ്റ്റുകളുണ്ടാവാം. കാരണം അമേരിക്കക്കാർക്ക് വിൻ്റർ ആകുമ്പോഴത്തേക്കിനും നോർത്തിലുള്ള ആൾക്കാരെല്ലാം ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്ക് വരും. അതാണ് ഇവരുടെ ഒരു മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ ഹൈലി ടൂറിസ്റ്റിക് പ്ലേസ് ആണ് മയാമി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത് ടെമ്പിൾ ഇമ്മാനുവൽ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊരു ജൂയിഷ് ചർച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ജൂതന്മാരുടെ സിനഗോഗാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവരെങ്ങോട്ടായി പോകുന്നത് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ചുമ്മാ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? ലിറ്റിൽ ഹവാന ഇറങ്ങാം അല്ലേ? പാർക്കൊക്കെ വാങ്ങിക്കേ. ഇതൊക്കെ കണ്ടില്ലേ, ഓരോ കെട്ടിടങ്ങൾ പണിയുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത്. അതായത് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതും പിന്നെ പഴയത് റിനോവേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഈ ഒരു വഴിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ കെട്ടിടങ്ങൾക്ക് ഒരു കളർ കോഡ് കണ്ടില്ലേ? എല്ലാ കെട്ടിടങ്ങളും ഏകദേശം ഒരു വൈറ്റിഷ് ക്രീം ആ ഒരു കളറാണ് പലതും. അങ്ങനെ പല കളറിലുള്ള മൾട്ടി കളർ ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങളെല്ലാം കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ തിരിച്ച് ഈ ഐലൻഡിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് ഇതുപോലെയുള്ള ഒരു മാൻമെയ്ഡ് ഒരു റിവർ പോലത്തെ സ്ഥലമുണ്ട്. ഇതൊക്കെ ഇവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഏരിയാസാണ്. അതിന് സമീപത്തായിട്ട് വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ടൗൺ പ്ലാനിങ്, സിറ്റി പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പാശ്ചാത്യ നാടുകളെ കണ്ടുപഠിക്കണം. തിരിച്ചു പോവാം, ഭയങ്കര കാറ്റാ. ഇപ്പം ഇത്ര സ്പീഡിൽ പോകുമ്പോൾ മേളിലിരിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? കാറ്റടിച്ചിട്ട് നമ്മളിപ്പോൾ ലിറ്റിൽ ഹവാനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യൂബയിലൊക്കെ ഇപ്പോൾ കണ്ട പോലെ തന്നെയുള്ള കളർഫുൾ ബിൽഡിങ്ങുകളും പിന്നെ ക്യൂബൻ കാറുണ്ടോ ഇവിടെ? ക്യൂബൻ കാറുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടാവും, ബീച്ച് സൈഡിലുണ്ട്, ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇളം കാറ്റടിച്ച് ഒരു ചെറിയ ഒരു പവർ നാപ്പൊക്കെ എടുത്ത് നമ്മൾ ഉറങ്ങിപ്പോകും. അതിൻ്റെ മേളിലിരിക്കും. ബസ് ഫുള്ളാണ്, ഇത് നിൽക്കാൻ പോലും സ്ഥലമില്ല, അതുപോലെ ഫുള്ളാണ്. എനിക്ക് കെട്ടിടങ്ങൾക്ക് അടുത്തോട്ട് വിമാനം വരുന്ന കാണുമ്പോഴേ പേടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലൈ ചെയ്തില്ലേ, അന്നേരം നമ്മൾ ആ കെട്ടിടത്തിന്റെ സൈഡിൽ കൂടെ പോയില്ലേ, ഞാൻ ഓർത്ത് ഇവനെങ്ങാനും മനസ്സ് ഒന്ന് ചാഞ്ചാടിയാലോ, കാറ്റടിച്ച് പേടിച്ചാലും മതി. അതെ, നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടോ, ഇതുപോലുള്ള നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സും കഫേയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയാനായിട്ട് വലിയ സ്ഥലം. ആ വലിയ സ്ഥലത്തിനിടയ്ക്ക് മൊത്തം ഫുഡ് ട്രക്കുകൾ ഇട്ടിട്ട് ഫുൾ എന്താ വീക്കെൻഡ് മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ഫുഡ് ഏരിയ ആണ്. അങ്ങനെ നമ്മൾ ലിറ്റിൽ ഹവാനയിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും വൈബൊക്കെ വന്നു തുടങ്ങി. ഇവിടെ ഇതുപോലെയുള്ള കുറേ മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ, പല ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ സോവിയറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ബിൽഡിങ്ങുകൾ കാണുന്ന പോലെ പഴയ ബിൽഡിങ്ങിലും പുതിയ ബിൽഡിങ്ങിലും എല്ലായിടത്തും ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ. ഇത് കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ടേ. എല്ലാം മൊത്തത്തിൽ ഇത് തന്നെ പരിപാടി. ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാവണം. എല്ലായിടത്തും ടൂറിസ്റ്റുകളാണ്, നിറച്ച ആൾക്കാരാണ്, നല്ല വൃത്തിയാണ്, നല്ല സെറ്റപ്പാണ്. ഈ ഭാഗത്തെ കെട്ടിടങ്ങളിലെല്ലാം ഇതുപോലെയുള്ള മ്യൂറൽസ് ആണ് എല്ലായിടത്തും കാണുന്നത്. ഇതൊക്കെ രാത്രിയാകുമ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഉള്ള സെറ്റപ്പ് ആയിരിക്കും. എല്ലാ മരത്തേലും ചെടിയേലും ഭിത്തിയിലും ബിൽഡിങ്ങിലും എല്ലായിടത്തും മറ്റേ ലൈറ്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം ആ ബസ്സിലിരുന്ന് കുറച്ച് നേരം ഉറങ്ങി, കുറച്ച് നേരം കാഴ്ചകൾ കണ്ടു, കുറച്ച് നേരം വീഡിയോ എടുത്തു. അങ്ങനെ മതിയായി. ശരിക്കും പറഞ്ഞാൽ ടയറിങ് പരിപാടിയാണ്. ഇനി മേലെ ഈ പരിപാടി ചെയ്യരുത് കേട്ടോ. ഇറ്റ്സ് നോട്ട് വർത്ത്. നമുക്ക് ഈ ഒരു ബസ് നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു 4-5 മണിക്കൂർ ഓരോ സ്ഥലത്തെ കാഴ്ചകൾ കാണിച്ച് അവിടെ ഇറക്കി തിരിച്ച് കയറ്റി കൊണ്ടുവരുന്ന ടൂറാണെങ്കിലും നല്ലതാണ്. പക്ഷേ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സത്യം പറഞ്ഞാൽ ബോറിങ് പരിപാടിയാണ്. നമ്മൾ തിരിച്ച് ബേസൈഡെത്തി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി 1-2 സൂനിയറുകളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കിനി ലിറ്റിൽ ഹവാനയിലേക്ക് പോകാം. കാരണം നമുക്ക് അവിടെ ലിറ്റിൽ ഹവാനയിൽ ഇറങ്ങണമായിരുന്നു, നമ്മളത് ഇറങ്ങിയില്ല. നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്ത് പോകാൻ തീരുമാനിച്ചു. ഈ ഏരിയ ഒക്കെ നോക്കാം,
ഫുള്ള് ക്യൂബൻ പാട്ടുകളാണ്, സ്പാനിഷ് പാട്ടുകളാണ് എല്ലായിടത്തും കേൾക്കുന്നത്. അടുത്ത കണ്ടല്ലേ വലിയ യമണ്ടൻ ബാറുകളാണ്. ഇത് ഇവിടുത്തെ മറീന ഏരിയയിലുള്ള ബാറുകളാണ്. പിയർ ഫൈ എന്ന് പറയുന്ന ബാറാണ്. അവിടെ നല്ല ഇങ്ങനെ പാട്ടുകളും മറ്റൊക്കെ ഇങ്ങനെ കേൾക്കാം. നല്ല വൈബാ അല്ലേ, പാട്ടൊക്കെ വെച്ച് എല്ലായിടത്തും. പിന്നെ അവിടെ പൈറേറ്റ്സിന്റെ തീമിലുള്ളൊരു കപ്പലുണ്ട്. പിന്നെ അവിടെ ഒരു ഹാർഡ് റോക്ക് കഫേ കാണാം. പിന്നെ പലതരത്തിലുള്ള ഇതുപോലെയുള്ള ക്രൂസ് പോകുന്ന, അതായത് ഡിന്നർ ക്രൂസ്, ലഞ്ച് ക്രൂസ്, ഈവനിങ് ക്രൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ക്രൂസുകൾ പോകുന്ന കപ്പലുകൾ ഇവിടെ ഉണ്ട്. ആൾക്കാരൊക്കെ വെറുതെ ഇരിക്കുകയാണ് എല്ലായിടത്തും, പല സ്ഥലത്തും കണ്ടില്ലേ. ഇവിടെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിനും മിക്കവാറും DJ, പാട്ട്, ലൈവ് പെർഫോമൻസ് അങ്ങനത്തെ സെറ്റപ്പുകളായിരിക്കും. പകലും രാത്രിയും വേറെ തന്നെ ഡിഫറെന്റ് വൈബാണ് പല സ്ഥലത്തും. മൊത്തം ബാറാണല്ലോ, ബാറേ ഉള്ളല്ലോ, ബാറോടെ ബാറാണല്ലോ. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡയറ്റ് ആയിരുന്നു അല്ലേ? അവിടെ വെർജിന്റെ കപ്പല്, നമ്മൾ ഈ വെർജിൻ ഇല്ലേ, വെർജിൻ എയർലൈൻസ് ഒക്കെ ഇല്ലേ, അതേ ടീമിന്റെ തന്നെയാണെന്ന് തോന്നുന്നു. അവരുടെ ഒരു കപ്പൽ അവിടെ കിടക്കുന്നത് കണ്ടോ, അടിപൊളി. അവർക്ക് ഇവിടെ കപ്പലും ഉണ്ടല്ലേ. ഇവിടെ എല്ലാം ഫാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഓണാക്കേണ്ട ആവശ്യം പോലും ഇല്ല, കാരണം നല്ല വെതറാണ്. നല്ല വെതർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെതറാണ്. എത്ര രൂപയുടെ കച്ചവടമായിരിക്കും നടക്കുന്നത് അല്ലേ ഇവിടെയൊക്കെ. ഞാൻ ആലോചിക്കും, നമുക്കൊക്കെ ഇതുപോലെ എന്തോരം നല്ല സ്ഥലങ്ങളുണ്ട്, എത്ര ടൂറിസ്റ്റുകൾ നമ്മളവിടെ വരുന്നത്. നമുക്ക് ഇത്രയും വലിയ സെറ്റപ്പ് നമുക്ക് കേരളത്തിലുണ്ടായിട്ട് നമുക്ക് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ പോലും കാര്യമായിട്ട് ആകർഷിക്കാൻ പറ്റുന്നില്ല. നടന്ന് ആ ഒരു ഫെറസ് ഫീൽഡിന്റെ അടിയിലെത്തിയിരിക്കുകയാണ്. ഓ വാ, കൊള്ളാം അല്ലേ, അത്യാവശ്യം വലുതായിട്ടത്. No, I'm good, yeah. I love fast food. ഇതുള്ളല്ലോ, നല്ല പാട്ടൊക്കെ വെച്ച് ബാറിലേക്ക് ആൾക്കാരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. താങ്ക് യു. അടിപൊളിയേ, ഇവരെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. നല്ല കോസ്റ്റ്യൂം അല്ലേ, നല്ല കോസ്റ്റ്യൂം ഗൈസ്, അടിപൊളി കോസ്റ്റ്യൂം. ഇവിടെ പാസേജ് ടു ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ, India 1, India 2, ഈ 2 കടകളുടെ പേരാണ്. അതായത് ഇന്ത്യൻ സാധനങ്ങളൊക്കെയാണ് ഇവിടെ, എല്ലാ ഇന്ത്യൻ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് മാലയൊക്കെ കണ്ടോ, ഓ ഗണപതിയുടെ ഒക്കെ മാല കണ്ടില്ലേ, ഓ പൊളിച്ചു, ഇത് അടിപൊളി മാല, തകർത്ത്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓ വാവ്, ദാറ്റ്സ് നൈസ് മാൻ. ഇത് നമ്മുടെ 1906R. കുറേ നാളായിട്ട് ഈ സാധനം വാങ്ങണം എന്ന് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ 9606 അല്ലേ? അല്ലേ 9060 എഴുതിയിട്ടില്ലല്ലോ എവിടെ? അതേ ഇരിക്കുന്നു 9060 രണ്ട് മോഡൽ വാങ്ങിച്ചു. താങ്ക് യു. ഓ യാ ലേസ് യാ, താങ്ക് യു. ഷൂ വാങ്ങിച്ചു രണ്ടെണ്ണം കൂടെ. താങ്ക് യു താങ്ക്സ്, താങ്ക് യു. അപ്പോൾ ഷൂസ് വാങ്ങി, 2 ഷൂസ് വാങ്ങിച്ചു. ഇത് ഈ സാധനത്തിന് നമ്മുടെ നാട്ടിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 30 to 40% പ്രൈസ് കുറവുണ്ട് ഇവിടെ. ദുബായിൽ നോക്കിയപ്പോൾ ദുബായിലും ഭയങ്കര പ്രൈസ് കൂടുതലായിരുന്നു. സോ ദിസ് ഈസ് നൈസ്. എന്ത് നീളമാർക്ക് എൻ്റെ പൊന്നോ, അവരുടെ നീളം കണ്ടോ? അവരുടെ അടുത്ത് ചെല്ലുമ്പോഴാ നമ്മളൊക്കെ ചെറുതാണെന്ന് നമുക്ക് തോന്നുന്നത്. ശരിയാണോ, അജാതി നീളം. അമ്മമാർ മിനിമം ഒരു 6 അടി ഒക്കെ ഉണ്ടാവും. ഞാനിങ്ങനെ നോക്കണം അമ്മമാർ അടുത്ത് വരുന്ന കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്നിറങ്ങി, നമ്മൾ ഷൂ എല്ലാം വാങ്ങിച്ചു. ഇനി എങ്ങോട്ടാണ്? ക്യൂബ. ലിറ്റിൽ ഹവാനയിൽ പോയിട്ട് ഹവാനകളെ പഠിക്കണം. ഈ ലിറ്റിൽ ഹവാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ക്യൂബൻസ് താമസിക്കുന്ന ഒരു സെറ്റിൽമെന്റ് ഏരിയ ആണ് ലിറ്റിൽ ഹവാന എന്ന് പറയുന്നത്. ഇവിടെ അമേരിക്കയിൽ ഏകദേശം ഒരു 1.4 മില്യൺ ക്യൂബൻസ് ഉണ്ട് എന്നാണ് കണക്ക്, ഔദ്യോഗിക കണക്ക്. അതിൽ ലീഗലായിട്ട് വന്നവരും ഇല്ലീഗലായിട്ട് വന്നവരും അങ്ങനെ ക്യൂബയിൽ നിന്നും രക്ഷപ്പെട്ട് വന്നവരും. അതായത് അറിയാമല്ലോ ക്യൂബയുടെ പണ്ടത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സോ അങ്ങനെ ക്യൂബയിൽ നിന്നും പല രീതിയിൽ ഫോഴ്സ്ഫുള്ളി വന്നവരും അല്ലാതെ വന്നവരൊക്കെ ആയിട്ടുള്ള വലിയൊരു വിഭാഗം ആൾക്കാർ അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, സ്പെയിനിലുണ്ട്, അമേരിക്കയിലുണ്ട്, അങ്ങനെ പല രാജ്യത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലിറ്റിൽ ഹവാനയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂബൻ കൾച്ചറും അവിടുത്തെ സെറ്റപ്പും അവിടുത്തെ ഫുഡും അവിടുത്തെ വൈബും അങ്ങനെയുള്ള പല സംഭവങ്ങളും. ട്യൂബ് ഒക്കെ ഉണ്ടല്ലോ, ട്യൂബ് അതൊക്കെ ഇട്ടിട്ട് അതിലൊക്കെ കയറി വന്ന ആൾക്കാരുണ്ട്. ഓ, അവിടുന്ന് നമ്മൾ കീ വെസ്റ്റ് പോയപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതല്ലേ, കുറേ കഥകളൊക്കെ പറഞ്ഞതല്ലേ. അവർ ബേസിക്കലി നീന്തി വന്നവരും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആ രാജ്യത്തുനിന്ന് രക്ഷപ്പെട്ട് വരണമെന്നൊക്കെ വിചാരിച്ച് പോയ ആൾക്കാർ. അവിടുന്ന് വന്ന അവിടുത്തെ ആൾക്കാരെ അവിടെ തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടല്ലേ രാവിലെ, 45 വർഷമായിരുന്നു ഞാൻ ക്യൂബയിലേക്ക് പോയിട്ട്. ഞാൻ അവിടെ നിന്ന് 45 വർഷം മുമ്പ് വന്നതാണ്, എനിക്ക് ഇതുവരെ അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടില്ല. അയാൾ പറയുക
അങ്ങനെ നമ്മൾ ലിറ്റിൽ ഹവാന എത്തിയിരിക്കുകയാണ്. ലിറ്റിൽ ഹവാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലിറ്റിൽ ഇന്ത്യ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ചൈന ടൗൺ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സ്ഥലമാണ് ലിറ്റിൽ ഹവാന. വലിയ പൊക്കങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലം. ഇവിടെ കോഴികളാണ് മൊത്തം. ഈ ക്യൂബൻസിന്റെ ഒരു സംഭവമാണ് ഈ കോഴി എന്ന് പറയുന്നത്. സോ മൊത്തം കോഴി കാണാം. നമ്മൾ കയറിയ ബസ് അതുപോലത്തെ വണ്ടികളുടെ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വരുന്നുണ്ട് ക്യൂബൻ സ്ട്രീറ്റിലൂടെ. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. നേരെ റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ മൊത്തം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യൂബൻ ലിറ്റിൽ ഹവാന സ്ട്രീറ്റ്. ഈ ഒരു സ്ട്രീറ്റിൽ രണ്ട് സൈഡിലും വളരെ കളർഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു സ്ഥലത്ത് കയറി നമുക്ക് ഭക്ഷണം കഴിക്കണം. ആൾക്കാരൊക്കെ റോഡിലൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മറ്റേ ചോറും പയറും പിന്നെ ക്യൂബൻ ഫുഡാണ് പലതും. ഈ ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കര ഫാൻസി ആയിട്ട് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഇവർ ഫുഡൊക്കെ കൊണ്ട് തരുന്നത്. ഈ ക്യൂബൻ കോഴി എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഈ ക്യൂബൻ കോഴി അതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ക്യൂബൻ കോഴി നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്യൂബൻ ചിക്കൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് ക്യുബാലയ ഹെൻ എന്നാണ് എന്ന് പറയുന്നത്. ക്യുബാലയ ഹെൻ അത് ഒരു ക്രോസ് ബ്രീഡ് സാധനമാണ്. ആ ക്രോസ് ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യൂറോപ്യൻ കോഴിയും പിന്നെ വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് 2-3 കോഴികൾ വെച്ച് ക്രോസ് ബ്രീഡ് ചെയ്തെടുത്ത ലോങ് ടെയിലൊക്കെ ഉള്ള ഒരു സാധനമാണ്. ഇത് വിൻ്റർ സ്ഥലങ്ങളിൽ സസ്റ്റെയിൻ ചെയ്യില്ല, സമ്മറുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ കോഴി ഇടുകയുള്ളൂ. ഇതിൻ്റെ മുട്ടയ്ക്കൊക്കെ ഭയങ്കര പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഒരു ബ്രീഡാണ്, ഒരു ക്യൂബൻ ബ്രീഡാണ്. അത് ഒരു ലോങ് ടൈൽഡ് കോഴിയാണ്, വലിയ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഴിയാണ്. അതുകൊണ്ടാണ് ഈ ക്യൂബൻ കോഴി ഭയങ്കര പോപ്പുലറായിട്ട് എല്ലായിടത്തും ആ ഒരു ക്യൂബയുടെ ഐക്കണായിട്ട് നമുക്കിതുപോലെ ഈ കോഴികൾ പല സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് പരിപാടി. ഇവിടെ ഫുള്ള് ഈ പറഞ്ഞ പോലെ സ്പാനിഷ് പാട്ടുകളൊക്കെ വെച്ചിട്ട് ക്യൂബൻ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ഥലം. എല്ലാ കെട്ടിടത്തിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള വർക്കൊക്കെ ഉണ്ടാവും. ആ ഒരു അത് ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ. പിന്നെ ഇവിടെ ക്യൂബൻ കോഴിയും പിന്നെ ഫുഡും മാത്രമല്ല, ഇവിടെ പല പരിപാടികളുണ്ട്. അതായത് ക്യൂബൻ സിഗാറുകൾ നമ്മൾ ക്യൂബയിൽ പോയപ്പോൾ കണ്ടാണ് ക്യൂബൻ സിഗാറുകൾ. അങ്ങനെ ക്യൂബൻ സിഗാർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, സിഗാർ ഫാക്ടറികൾ, അങ്ങനെയുള്ള സിഗാർ വിൽക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള പല പരിപാടികളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ക്യൂബൻ സിഗാർ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ടോപ്പ് സിഗാർ ഉണ്ടാക്കുന്ന രാജ്യമാണ് ക്യൂബ എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഒരു വരുമാനം സിഗാറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കയറി വരുമ്പോഴത്തേക്കിനും സിഗാർ ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കും. ഓ വാവ്, ദാറ്റ്സ് നൈസ്. ഓ അയാൾ ടൂറിസ്റ്റ് അല്ലേ, അയാളെ കൊണ്ട് ഉണ്ടാക്കിക്കുക. അയാൾ ചുരുട്ടി എടുക്കുവാണ്. ഇത് കണ്ടോ, പല ഷേപ്പിൽ സിഗാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഞാൻ പണ്ട് 2 കൊല്ലം മുമ്പ് ക്യൂബയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സിഗാർ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്കിനും അവർക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അതെ, ആവശ്യക്കാരെങ്കിലും കൊണ്ട് സമീപിച്ചാൽ മതി. ഇത് കൊള്ളാം. ഇതുണ്ടോ, ഇതിങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള പാക്കിംഗ് ബോക്സൊക്കെ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് എനിക്ക് ഒരെണ്ണത്തിനാണെന്ന് തോന്നുന്നു $12, $14. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ക്യൂബൻ സിഗാർസ്. ഭയങ്കര നല്ല ബിസ്കിയുടെ കൂടെ അടിപൊളിയാണ് ആണല്ലേ, ഭയങ്കര നല്ല സാധനം അല്ലേ. എല്ലാം അടിപൊളിയാണല്ലോ. ജോസ് പ്രകാശിന്റെ സിഗാർ അല്ലേ. അപ്പോൾ ഇതൊക്കെ $20, പിന്നെ $20 എന്നല്ല, ഒരെണ്ണം $100 വരെയൊക്കെ പോകുന്ന, $150 ആ റേഞ്ചിലൊക്കെ പോകുന്ന സിഗാറുകളൊക്കെ ഉണ്ട്. എയർപോർട്ടിലൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ സിഗാറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിഗാർ ചുമ്മാ സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുന്ന പോലെ അല്ല, ഇത് കട്ട് ചെയ്യുന്ന സാധനം വേണം. ഇത് ഈ മോയ്സ്ചർ അടിക്കാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സാധനം വേണം. ഹ്യൂമിഡിഫയർ വേണം. അപ്പോൾ അങ്ങനെ സിഗാർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഇത് വലിക്കാനായിട്ട് അതിന് പ്രത്യേക തരത്തിലുള്ള ആശ്ര ഇത് കട്ട് ചെയ്യണം. ഇത് മൊത്തത്തിൽ ആരും വലിച്ചു തീർക്കില്ലല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതെ എരിഞ്ഞ് തീരും. പിന്നെ സിഗാർ വലിക്കുന്നവർക്ക് ഇതുപോലത്തെ ഒരു തൊപ്പി വേണം. പിന്നെ ജോസ് പ്രകാശിനെ പോലെ ലുക്ക് വേണം അല്ലേ, എന്നാലേ സിഗാറൊക്കെ വലിക്കുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് സിഗാറിന്റെ പരിപാടി. ചെറിയ 2 മുതൽ കുഞ്ഞുങ്ങള് അതെ, നമ്മുടെ അലിഗേറ്റേഴ്സ് ആണെങ്കിലും മതി, എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ സിഗാറിന് ഒരു ലുക്ക് ഉള്ളൂ. അവിടെ ഒരു കടയിൽ നിറച്ച് ആൾക്കാരുണ്ട്, ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റും ബാറും ഒക്കെയാണ്. അവിടെ ഒരു ക്യൂബൻ സിംഗേഴ്സ് ഇരുന്ന് പെർഫോമൻസ് കണ്ടോ. ശരിക്കും എനിക്ക് ഈ സ്ഥലമെല്ലാം കണ്ടിട്ട് എനിക്ക് ക്യൂബയിൽ പോയ മെമ്മറി ഉണ്ട് കേട്ടോ. പക്ഷേ ക്യൂബയിൽ ഇത്രയും ചാമില്ലായിരുന്നു. ക്യൂബയിൽ ദാരിദ്ര്യമായിരുന്നു. അതെ, ക്യൂബയിൽ ഇത്ര ചാമില്ലായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ചാമുള്ള ക്യൂബൻ കൾച്ചർ കാണാം. ഓ യു സ്പീക്ക് ഹിന്ദി? ഈ സ്പീക്കിംഗ് ഹിന്ദി. ചാഹിയെ തസ്വീർ ചാഹിയെ എന്ന് ചോദിക്കുന്നുണ്ട് പുള്ളി. ലിറ്റിൽ ഹവാന മയാമി. ഇവിടുത്തെ ട്രാഷ് ക്യാൻ വരെ കണ്ടില്ലേ, കളർഫുള്ളാണ്. ക്യൂബയിൽ പോകുമ്പോൾ നമുക്ക് പല സ്ഥലത്ത് കാണാമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ അത് കാണാൻ സാധ്യതയില്ല. നമ്മുടെ ചെഗുവേര അണ്ണന്റെ ഫോട്ടോ, അതേപോലെ ക്യൂബൻ നേതാക്കന്മാരുടെ ഫോട്ടോ ഒന്നും കാണാൻ സാധ്യതയില്ലല്ലോ. ഓ
ഒട്ടും ഉണ്ടാവൂല. എന്തായിരിക്കും റീസൺ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ കിട്ടില്ല ബാറുണ്ട്, ഇട്ടിര സെറ്റപ്പ് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണം. സോ ലെറ്റ്സ് ട്രൈ റെസ്റ്റോറൻറ്റ്. ഇത് റെസ്റ്റോറൻ്റ് ആണോ? ഒരു പാട്ടൊക്കെ ഉണ്ട്, ഇവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഐ തിങ്ക് is it a restaurant? Do you have a menu? What food do you have? വേറെ എവിടെയെങ്കിലും പോ. ഇവിടെ വൈബേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വിശന്നു. പിടുത്തം വിട്ടാൽ ശരിയാകത്തില്ല. ഹംഗ്രി, സൂപ്പർ ഹംഗ്രി. കയറാം. ഇവിടെ എല്ലാം ഉണ്ട്. ക്യൂബൻ പെർഫോമൻസ്. സെറ്റ് വൈബ്. റെസ്റ്റോറൻറ്റിനകത്ത് കോഴി വരെ ഉണ്ട് കേട്ടോ. നോക്കി, ക്യൂബൻ കോഴി കറങ്ങി കിടക്കുന്നത് കണ്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി വന്നു. ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറെ സെറ്റപ്പും അകത്ത് കയറി വരുമ്പോൾ വേറെ സെറ്റപ്പുമാണ്. നമ്മളിവിടെ ഒരു ഉയരമുള്ള ടേബിളിൽ ഇരിപ്പിടം ഉറപ്പിച്ചു. മെനു കൊണ്ട് തന്നു. ഇനി എന്താ നോക്കി വായിച്ച് നോക്കി പഠിച്ച് ഓർഡർ ചെയ്യണമെങ്കിൽ അതിന് കുറേ സമയം എടുക്കും. അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, എല്ലാവരും കൂടെ കൈയൊക്കെ കൊട്ടി പോകുന്നതാണ്ടാ. ഹാപ്പി ബർത്ത്ഡേ. അടിപൊളി സെറ്റാണല്ലോ. ക്യാൻ യു ഗെറ്റ് സം ഹോട്ട് സോസ്? അങ്ങനെ നമ്മുടെ മമ്മ വന്നിരിക്കുകയാണ്. ഇന്ന് രണ്ടുപേരും ചിക്കനാണ്. ചിക്കൻ എന്ന് പറയുമ്പോഴത്തേനും ഇത് ചിക്കൻ ബ്രസ്റ്റ്. ഇതെന്ത് സാധനം? ജ്യൂസ് പോലെ ഇരിക്കുന്നല്ലോ. ഇത് ചിക്കൻ റോസ്റ്റഡ് സാധനം. അത് സോസ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ. പിന്നെ ഇത് പുഴുങ്ങിയ പഴം, നമ്മുടെ പ്ലാന്റെയിൻ, ഏത്തക്ക, പിന്നെ ചിക്കൻ. ഇതാണ് ഫുഡ്. ഇത് ബീൻസാണ്, സൂപ്പ്. പക്ഷേ അതിനകത്ത് പോർക്കിൻ്റെ ആ ഒരു ഈ സാധനം ഇട്ടിട്ടുണ്ട്. എനിക്ക് വിദ്യാർത്ഥിയുടെ ആവശ്യമില്ല. ഒരു പ്രത്യേക ഫ്ലേവറാട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി നിന്നു. ശരിക്കും പാട്ട് പുറത്തേ ഉണ്ടായിരുന്നുള്ളൂ, പാട്ടകത്തില്ലായിരുന്നു അല്ലേ. നമുക്ക് പാട്ട് കണ്ടോണ്ട് ഫുഡ് കഴിക്കണേ പുറത്തിരിക്കണമായിരുന്നു. അത് കിട്ടിയില്ല. നൈസ് പ്ലേസ് കേട്ടോ. അതുകൊണ്ട് പ്രശ്നമുണ്ട്. നമുക്ക് സംസാരിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. പക്ഷേ നല്ല കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു. വലിയ എക്സ്പെൻസീവ് അല്ലായിരുന്നു. സാധാരണ ഇത്രയും ദിവസം കയറി റെസ്റ്റോറൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇറ്റ് വാസ് നോട്ട് ദാറ്റ് കത്തി. പിന്നെ ഇവിടെ ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇതുപോലൊരു സംഭവം, ഒരു സെറ്റിൽമെൻറ്റ് ഇവിടെ ഉണ്ടെന്നുള്ളത്. ഏതൊരു നാട്ടിലും പോകുമ്പോൾ നമ്മൾ കാണത്തില്ലേ. ഇപ്പോൾ സിംഗപ്പൂർ പോകുമ്പോഴും മലേഷ്യ പോകുമ്പോഴും നമ്മൾ ലിറ്റിൽ ഇന്ത്യ കാണും, ചൈന ടൗൺ കാണും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ സെറ്റിൽമെൻ്റ് ഉള്ളത് ക്യൂബൻസ് ആണ്. സോ ദാറ്റ് ഈസ് ലിറ്റിൽ ഹവാന. ക്യൂബൻ്റെ തലസ്ഥാനമാണ് ഹവാന എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നെയിംഡ് ആഫ്റ്റർ ദാറ്റ്, ലിറ്റിൽ ഹവാന. ഇവിടുത്തെ മക്ഡൊണാൾഡ്സ് കണ്ടില്ലേ. മക്ഡൊണാൾഡ്സ് പോലും ഇതുപോലെ കോഴിയും പൂടയും ബാക്കിയുള്ള സംഭവങ്ങളും ഗ്രാഫിത്തിയും പരിപാടികളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. എല്ലാ കടകളും അത്തരത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നല്ല കളർഫുൾ ആട്ടോ മൊത്തത്തിൽ. ഇവിടുത്തെ പേരുകളും ഇങ്ങനെയൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. റോസ മരിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളി സ്പാനിഷ് ഭാഷ സംസാരിക്കും. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം ഇവിടെ ഫ്ലോറിഡയിൽ ഇവിടെ ഇംഗ്ലീഷ് അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ മാത്രമല്ല, ഞാൻ ബോസ്റ്റണിൽ പോയപ്പോഴൊക്കെ പെട്ടുപോയ ബ്രോ. ഇവിടെ ഇംഗ്ലീഷ് അറിയാത്ത എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ അമേരിക്കയിൽ? 25-30 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാര് വാക്ക് ഇംഗ്ലീഷ് പറയാത്ത ആൾക്കാരുണ്ട് ഇവിടെ. പണിയാൻ വരുന്ന 27 വർഷമായി ഇംഗ്ലീഷ് അറിയത്തില്ല. ചേട്ടാ പോട്ട്, ഇവിടെ ഇംഗ്ലീഷ് അറിയാത്ത എത്ര മലയാളികൾ എനിക്കറിയാമെന്ന് അറിയാം യു കെയിലുള്ളത്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഏത് ഭാഷയാണെങ്കിലും സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ സംസാരിക്കും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലുള്ള മ്യൂറൽസ് കാണാം. കണ്ടില്ലേ, നോക്കിയേ. അതായത് 8th സ്ട്രീറ്റ്, ഈ സ്ട്രീറ്റിന്റെ ഏതാണ് കാജെ ഓച്ചോ എന്ന് പറയുന്നത്. സ്ട്രീറ്റിന്റെ പേരാണ്. കംപ്ലീറ്റ് മ്യൂറൽസിന്റെ പരിപാടി. അങ്ങോട്ട് ഇതിനകത്തോട്ട് നടന്നു കഴിഞ്ഞാൽ മൊത്തം മ്യൂറൽസിന്റെ പരിപാടികളാണ്. കണ്ടോ. ക്യാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ്, കായെ എന്നാണ് പറയുന്നത്. കായെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ്. ഇവിടെ വെൽക്കം ടു മക്ഡൊണാൾഡ്സ് ഓഫ് ലിറ്റിൽ ഹവാന എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടോ. ഈ സാധനം ഇവിടെ ഉള്ളൂ, അവിടെ ഇല്ല, ഹവാനയിലില്ല. ക്യൂബയില് ഇപ്പോഴും മക്ഡൊണാൾഡ്സോ പെപ്സിയോ കൊക്കക്കോളയോ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഡ്യൂട്ടി ഫ്രീ ആരെങ്കിലും സന്തോഷത്തിനൊരു കുപ്പി കൊണ്ട് കൊടുക്കത്തില്ലേ, അതേപോലെയാണ് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് KFC, പെപ്സി, കൊക്കക്കോള ഇതൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്. അവിടെ കിട്ടത്തില്ലല്ലോ. ക്യൂബ വിടാത്ത എത്ര ആൾക്കാരുണ്ടെന്നറിയോ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു സംഭവം കാണാം. ഇവിടെ ഇരുന്ന് കളിക്കുന്ന ആൾക്കാർ ഇവർ ശരിക്കും ഡോമിനോസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഇവർ കളിക്കുന്നത്. ഡോമിനോസ് നമ്മുടെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ പിസ പിസയില്ലേ, ഡോമിനോസ് പിസ
അപ്പോൾ ആ പേര് ശരിക്കും ഇവരുടെ ഒരു ഗെയിമിൻ്റെ പേരാണ്. ഇതിങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ കുറേ അപ്പച്ചന്മാരിരുന്ന് കളിക്കുന്ന കാണാം. ഇതൊക്കെ ഈ ഡോമിനോസ് പറഞ്ഞ കളിയാണ്. നമ്മൾ ന്യൂയോർക്കിൽ പണ്ട് ചൈന ടൗണിൽ പോയപ്പോഴത്തേക്കിനും അവിടെ കുറേ അപ്പച്ചന്മാരിരുന്ന് കുറേ കളികൾ കളിക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ക്യൂബൻസിൻ്റെ ഒരു കളിയാണ് ഡോമിനോസ് എന്ന് പറയുന്നത്. ആ പാർക്കിൻ്റെ പേര് തന്നെ ഉണ്ടല്ലേ, ഡോമിനോ പാർക്ക് എന്നാണ്, ഡോമിനോ പാർക്ക്. അങ്ങനെ ഞങ്ങൾ ഹവാന സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി. നമ്മളിനിയിപ്പോൾ നമുക്ക് 5 മണിക്ക് നമുക്കൊരു ബോട്ടിംഗ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നേരത്തെ നമ്മൾ പോയ സ്ഥലത്ത് ആ ഒരു ബോട്ടിങ്ങിൽ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണാൻ പറ്റും. അതിനുവേണ്ടി പോകണം. ചേച്ചിന് മുടി കണ്ടോ മുമ്പിൽ പോകുന്ന ആളുടെ? ദൈവമേ, എന്ത് അടിപൊളി മുടിയത്. അല്ല, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന്. അങ്ങനെ നമുക്ക് ബോട്ടിങ്ങിനുള്ള സമയമായി. സോ നമ്മളിവിടെ ബോട്ടിൽ കയറാൻ വേണ്ടി വന്ന 5 മണിക്കാണ് ബോട്ട്, 5 മണി. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറുകയാണ്. നമ്മൾ പോകുന്നത് മയാമി ലേഡി എന്ന് പറഞ്ഞ ബോട്ടിലാണ്. ഈ കാണുന്ന മയാമി ലേഡി ബോട്ടിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളെ അവർ കുറേ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കും. നമ്മുടെ ടോം ക്രൂസിൻ്റെ ഒക്കെ വീടുണ്ട് ഇവിടെ. അങ്ങനെ പല പല ആളുകളുടെ വീടുണ്ട്. ആ വീടുകളും പിന്നെ ഇവിടുത്തെ റിച്ചസ്റ്റ് ആളുകളൊക്കെ താമസിക്കുന്ന ഐലൻഡുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്ന ഒരു ബോട്ടിംഗ് ആണ്. നല്ല നോക്കാം എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണെന്ന് നോക്കി. ഇത് കണ്ടു, നമ്മൾ നേരത്തെ വന്ന ഒരു മറീനേന്നാണ് നമ്മുടെ ബോട്ടിൽ കയറിയിരുന്നു. ബോട്ടിൽ ഈ പറഞ്ഞ പോലെ മദ്യവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. താഴെയും മുകളിലുമായിട്ടുള്ള ഒരു ഡബിൾ ഡെക്കർ ബോട്ടാണ്. ഇന്ന് ദൂരെ അവിടെ റോയൽ കരീബിയൻ്റെ ഒരു കപ്പൽ, ഫ്രീഡം ഓഫ് ദ സീസ് എന്ന് പറഞ്ഞുള്ളൊരു കപ്പൽ അവിടെ നിന്ന് പുറപ്പെട്ട് നീങ്ങുകയാണ്, പോവാണ്. അതാണ് കാണുന്നത്, കണ്ടില്ല? അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോകുന്നതാണ് കണ്ട. അങ്ങനെ നമ്മുടെ ബോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. 5 മണിക്ക് പുറപ്പെട്ടു. അധികം ആൾക്കാരും കുറച്ച് പേരേ ഉള്ളൂ. ഇവിടെ മൊത്തം ബോട്ടാണ്. സത്യം പറഞ്ഞാണല്ലോ, ഞാൻ കുറേ നാളായിട്ട് ചെയ്യാത്തൊരു കാര്യം ഇപ്പം ചെയ്യുന്നത്. ഈ ബോട്ടിങ്ങും ബസ്സൊന്നും ഞാൻ അധികം ചെയ്യാറില്ല. ഞാൻ വളരെ കുറച്ച് ചെയ്യാറില്ല ഇതൊക്കെ. അത് കണ്ടോ, ആ സാധനം കണ്ടോ? അത് കണ്ടോ ഒരു സാധനം പോകുന്നത്? വാവ്, അത് കൊള്ളാമല്ലോ. കുടിൽ കൂടാരം പോലത്തെ ഒരു ബോട്ട്. ആ റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഇങ്ങനെ വന്നിട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയാണ് പോകുന്നത്. കണ്ടോ, അവിടെ ഒരു പാലമൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ടോ? അവിടെ ബോട്ടിന്റെ ട്രാഫിക് ആണ് ഈ പാലം കടക്കാൻ വേണ്ടി. നിരനിരയായിട്ട് ഇങ്ങനെ ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരിങ്ങോട്ട് വരും, നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. അതിനിടയ്ക്ക് കൂടെ ഒരുത്തരം ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. എന്തോരം ബോട്ടാന്ന് നോക്കിയോ, എന്തോന്നുണ്ട് ഇത്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് റൈഡിന് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന പാലത്തിനടിയിൽ കൂടെ നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ്. ഇത് കണ്ടോ, സോൾട്ട് ദ വെർജിൻ വേ, അതായത് ഈ വെർജിൻ എന്ന് പറഞ്ഞ കപ്പലിന്റെ ക്രൂസ് ടെർമിനലാണ് ഈ കാണുന്നത്. ഇത് കൊള്ളാല്ലേ, വെർജിന്റെ ബ്രില്യൻ ലേഡി എന്ന് പറഞ്ഞ കപ്പലാണ് ഇത്. ബഹാമസിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ്. അവരും ഇപ്പം സ്റ്റാർട്ട് ചെയ്തു, നീങ്ങി. കേട്ടോ, ദൂരെ നമുക്ക് ടഗ് ബോട്ട് കാണാം. ടഗ് ബോട്ടല്ലേ അത്? ആണെന്ന് തോന്നിയേ. അതോ ടഗ് ബോട്ടാണോ അതോ മറ്റേ പൈലറ്റ് ബോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനെന്തോ ഒരു പേര് പറയും, എനിക്കറിയത്തില്ല എന്താന്നുള്ളത്. ഇത് കൊള്ളാം കേട്ടോ, ആ റെഡ് കളറിലെ ആ ഒരു, നമ്മൾ ആ വെർജിൻ അറ്റ്ലാന്റിക് വിമാനത്തിൽ കയറിയപ്പോൾ നമ്മൾ കണ്ടതല്ലേ, അതേപോലെ തന്നെയുള്ള ആ ഒരു തീമിലുള്ളൊരു കപ്പല്. കപ്പലിന്റെ മേളില് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എത്ര പേരാന്ന് നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും ഈ പറഞ്ഞ പോലെ കപ്പൽ വിട്ടു പോകല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റില് കപ്പലിന്റെ യാത്ര ആരംഭിക്കുന്ന സമയത്ത് നിൽക്കുക എല്ലാവരും കൂടെ. അവിടെ പുറകിൽ കണ്ടോ കിടക്കുന്നത്? അത് വേറെ പറഞ്ഞു, അതിങ്ങോട്ട് വരാനെന്ന് നിൽക്കുക. വലിയ, അതായത് കെട്ടിടങ്ങൾ പോലെ ആ കപ്പൽ നിൽക്കുന്നത് കണ്ടോ. വലിയ കെട്ടിടങ്ങൾ പോലെ തന്നെ, അതേ അത്രയും വലിയ സഞ്ചരിക്കുന്ന ആഡംബര കെട്ടിടങ്ങളാണ് ഈ കപ്പലുകൾ എന്ന് പറയുന്നത്. ക്രൂസ് ഷിപ്പുകൾ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഇതൊരു പ്രത്യേകതര സംഭവമാണ്. ഈ കപ്പൽ ഇപ്പോൾ ഇവിടെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? ഇത് അവിടെ നിന്ന് എടുത്തു ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നി അങ്ങോട്ടാണ് ഈ കപ്പൽ പോകേണ്ടത്, ആ ഭാഗത്തേക്ക്. ഇവരിങ്ങനെ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട് ഓരോ സ്ഥലത്ത് എന്തൊക്കെയാണുള്ളതെന്ന് പറഞ്ഞ് ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കപ്പൽ ഇവിടെ നിർത്തി തിരിച്ചുകൊണ്ടിരിക്കുക, റിവേഴ്സ് പോകാൻ വേണ്ടി. അങ്ങോട്ട് തിരിച്ചു പോകണമല്ലോ. ഇതിന് സൈഡ് പറയാൻ ആള് കാണത്തില്ലേ? സൈഡ് പറഞ്ഞു കൊടുക്കണ്ടേ? കിളി, അതിനകത്ത് കിളിയായിട്ടെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കിയാലോ. അവിടെ കഴിഞ്ഞപ്പോ പോട്ടെ എന്നും പറഞ്ഞു കൊടുക്കാൻ അവർ തിരിച്ചുകൊണ്ടിരിക്കുക കണ്ടോ. ഭയങ്കര സംഭവം കേട്ടോ. അങ്ങനെ നമ്മുടെ മയാമി നഗരത്തിന്റെ സമീപത്തൂടെ നമ്മൾ ബോട്ടിൽ യാത്ര പോകുന്നു. ആ കപ്പൽ അവിടെ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുക, കണ്ടില്ല നോക്കി. പോലീസ് ബോട്ടുകളാണ് കേട്ടോ, ടഗ് അല്ല. ഇപ്പുറത്ത് നമ്മൾ കാണുന്ന പോലീസ് ബോട്ടുകളാണ്. ഇവിടെയൊക്കെ ഉണ്ട്. കാരണം ഈ കപ്പലിൽ നിന്ന് ആരെങ്കിലും ചാടുന്നുണ്ടോ, തിരിച്ച് കയറുന്നുണ്ടോ, അനധികൃതമായിട്ട് കയറുന്നുണ്ടോ, ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇഷ്ടം പോലെ പോലീസ് ബോട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ വേറെ ഏതോ സ്ഥലത്തൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഏതാ ടോം ക്രൂസിന്റെ യോട്ടാ ആ കാണുന്നതോ? ആ കാണുന്നത് ടോം ക്രൂസിന്റെ യോട്ടാണെന്ന്. എന്താ സംഭവം നോക്ക്. എന്റെ അമ്മ, ആ കപ്പലെങ്ങാനും നിയന്ത്രണം വിട്ടാലേ
വന്നിടിച്ചിട്ട് ഈ പാലം അങ്ങോട്ടങ്ങ് തകരും. അങ്ങനെ ഒരു കപ്പൽ തകർന്നതല്ലേ ഇവിടെ പണ്ട് അമേരിക്കയിൽ? ന്യൂയോർക്കിലായിരുന്നു അവിടെ എവിടെയോ ഒരു പാലം തകർന്നതല്ലേ, ഒരു കപ്പൽ തകർന്നിട്ട്, ഒരു ചരക്ക് കപ്പൽ എന്തോ വന്നിടിച്ചിട്ട് അവിടെ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ബീച്ച് നിർമ്മിച്ച് വെച്ചിട്ട് ഒരു ബീച്ച് ട്രാക്ക് കണ്ടോ? അടിപൊളിയല്ലേ അത്? ഇവിടെ ഈ ഒരു ഐലൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഇവിടെ പലതരത്തിലുള്ള മണ്ണ് വേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതൊക്കെ ഇവര് ബഹാമസിൽ നിന്നും കൊണ്ടുവന്ന മണ്ണുകളാണ്. ഇത് കണ്ടോ, ഈ സൈഡിൽ തന്നെ ഇവിടെ അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. കണ്ടോ, നല്ല കിഡിലും വ്യൂ ആയിരിക്കും എല്ലാവർക്കും അല്ലെ. ഒരൊറ്റ വീടുകളിൽ കട്ടം പോലും ഇല്ല, സെറ്റപ്പ് സ്ഥലം. താഴെ ഒരു സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ട്. വ്യൂവിനല്ല കാശ് കൊടുക്കണേ. അത് ശരിയാ, ഇത്രയും വ്യൂവിന് വേണ്ടി നമ്മള് വീട് വാങ്ങിച്ചിട്ട് കട്ടിടാൻ പറ്റില്ലല്ലോ. അവിടെ മേളിൽ പെന്റ് ഹൗസുകളൊക്കെ ഉണ്ട് കണ്ടോ. എനിക്ക് $1 million വ്യൂ ഉള്ള വീടുകൾ ഇത് കണ്ടോ. ഇവിടെ നല്ല അടിപൊളി വീടുകൾ. ഇതൊക്കെ പഴയതാണെന്ന് തോന്നുന്നു, കണ്ട അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിനകത്ത് ഹോട്ടലും എയർബിഎൻബിയും അങ്ങനെയുള്ള പല സെറ്റപ്പുകളും ഉണ്ടാവും. ആരുടെ വീടാന്ന് പറഞ്ഞത്? പോളിന റൂബിയോ, മെക്സിക്കോയിലെ സിംഗർ, ഭയങ്കര ഫേമസ് മെക്സിക്കൻ സിംഗറാ പോളിന റൂബിയോ. കാണുന്നത് കണ്ടില്ലേ? ഇത് വീട്. ഇവിടെയൊക്കെ ഓരോ ആളുകളുടെ വീടുകളൊക്കെയാണ് ഈ കാണുന്നത്. ഈ വലിയ ഒരു ഐലൻഡ്. അവിടേക്ക് നമുക്ക് വണ്ടിയിലൊന്നും വരാൻ പറ്റില്ല, ബോട്ടിലോ ഹെലികോപ്റ്ററിലോ മാത്രമേ വരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രൈവറ്റ് ഐലൻഡാണ്, ലക്ഷൂറിയസ് വീടുകളൊക്കെ ഉള്ള ഐലൻഡ്. മൈക്രേഗറിന്റെ വീട്, റിക്കി മാർട്ടിന്റെ വീടാണ്. റിക്കി മാർട്ടിന്റെ എല്ലാവർക്കും സ്വന്തമായിട്ട് ബോട്ടും ഉണ്ടാവും. പുള്ളിയുടെ യോട്ടാ കിടക്കുന്നത്. എന്ത് വലിയ യോട്ടാ അത്, ജങ്കാറിന്റെ വലിപ്പം ഉണ്ടല്ലോ അത്. പിന്നെ അവർ ഇത് റെന്റ് ഔട്ട് ചെയ്യും. ഈ സെലിബ്രിറ്റി ടീംസിന് തന്നെ പാർട്ടിക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് റെന്റിന് കൊടുക്കും അല്ലേ? റെന്റ് ഔട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവരാരും ഇവിടെ ഒന്ന് താമസിക്കാൻ പോകുന്നില്ലല്ലോ. എന്തോന്നും നമ്മുടെ വെർജിന്റെ കപ്പല് അവിടെ നിന്ന് നിർത്തി തിരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് MSC വേൾഡ് എന്ന് പറഞ്ഞിട്ട് MSCയുടെ കപ്പൽ കാണാം. MSC എന്ന് പറയുന്നത് നമുക്കറിയാം, ചരക്ക് കൊണ്ടുപോകുന്ന കാർഗോ കപ്പലുകൾ ഉള്ള വലിയൊരു കമ്പനിയാണ് MSC. അവരുടെ ക്രൂസ് ഷിപ്പാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ക്രൂസ് ടെർമിനൽ ഉണ്ട്. റോയൽ കരീബിയന്റെ ടെർമിനല്, MSCയുടെ ടെർമിനല് എന്നൊക്കെ പറഞ്ഞ്, കാർണിവറിന്റെ ടെർമിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും പല ടെർമിനലുകളും ഉണ്ട്. അവിടെ ഒരു പാർട്ടി ബോട്ട്, അവിടെ ഡാൻസും പാർട്ടിയും പരിപാടികളൊക്കെയാണ്. എന്താ പറഞ്ഞത്? പഫ് ഡാഡി ഇപ്പൊ ഈയിടെ ജയിലിൽ കിടക്കുന്ന ടീം, വലിയ കോൺട്രവേഴ്സി. അവന്റെ വീട് ആ വലിയ തെങ്ങ് നിൽക്കുന്നതാണ്. പുള്ളിയുടെ വീടാണ്. അത് ശരി, എന്ത് കിടുവല്ലേ, അടിപൊളി വീട്. അവിടെ ഒരു വീട് പൊളിച്ചു പണിതുകൊണ്ടിരിക്കുകയാണ്. നോക്കി, $55 million ഉള്ളൂ ഇത്ര ഉള്ളൂ അല്ലേ? കപ്പലിലെ ബെഡ്റൂമുകളിലെല്ലാം ലൈറ്റ് വീണ് കണ്ടോ? ഇപ്പൊ നോക്കി, ലൈറ്റ് വീണപ്പോഴത്തേക്കിന് അതിന്റെ ഭംഗി കണ്ടോ? അടിപൊളി. അതിപ്പോ അവിടെ കിടക്കുന്ന ഒരു കപ്പലിനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ കപ്പലിന്റെ വീഡിയോ എടുത്ത് മതിയാവുന്നില്ല, അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കപ്പല്. നല്ല ഭംഗിയുള്ള കപ്പല്. ഇത് വേറെ ആരുടെയോ വീടും അതിന്റെ മുമ്പിൽ കിടക്കുന്ന അവരുടെ യോട്ടും. ജെനിഫർ ലോപ്പസിന്റെ വീടാണ്. ജെനിഫർ ലോപ്പസ്. കോടിക്കണക്കിന് രൂപയാണ് ഇവിടെയൊക്കെ വീടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതിന്റെ വാല്യൂ. ഇവിടെ വേറൊരു വീട്. എല്ലാ വീടിന്റെ മുമ്പിൽ കോലം പോലെ ഒരു സാധനം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും, കണ്ടു കിട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ഈ കാണുന്നത് ഇംഗ്ലണ്ടിലെ റോയൽ ഫാമിലിയുടെ ഒരു വീടാണെന്ന്. പല ടൈപ്പ് ബോട്ടിൽ പല ആൾക്കാരും നമുക്ക് ഇവിടെ കാണാം. സ്പീഡ് ബോട്ടും പിന്നെ ചെറിയ ബോട്ടും പിന്നെ ജെറ്റ് സ്കി എല്ലാം ഉണ്ട്. അവിടെ നമുക്ക് നടുക്ക് ഒരു ചെറിയൊരു മോണമെന്റ് കാണാം. മോണമെന്റ് ഐലൻഡ് എന്ന് പറയുന്നത്. മോണമെന്റ് ഐലൻഡ്. ഫാമിലി ആയിട്ട് ഒരു ബോട്ട് മൊത്തത്തിൽ റെന്റിനെടുത്ത് പോകുന്ന ഒരു ടീം. ഇവിടെ എല്ലാം ഇവര് ഈ ബോട്ട് ചീത്തയാവാതിരിക്കാൻ വേണ്ടി പൊക്കി വെക്കും, കണ്ടില്ലേ? അതായത് ഉപ്പുവെള്ളത്തിൽ കിടന്നാല് വല്ലപ്പോഴൊക്കെ ഇത് എടുക്കുന്ന ആൾക്കാരുടെ ബോട്ടൊക്കെ ചീത്തയാവും. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ ബോട്ട് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. ഷക്കീൽ ഒനീലില്ലേ, പഴയ ബാസ്കറ്റ്ബോൾ പ്ലെയർ, അവരുടെ വീടാ. പുള്ളിക്കാരന്റെ മറ്റേ തടിയ നല്ല പൊക്കമുള്ള ഒരു. മനസ്സിലായി. പുള്ളിയുടെ ബോട്ട് അവിടെ പൊക്കി വെച്ചിട്ടുണ്ട്. നമ്മള് ഇവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോയപ്പോ കണ്ടാണ്. ഇവിടെ എല്ലാം ബോട്ടുകൾ ഇങ്ങനെ പൊക്കി വെക്കുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റിംഗ് സംവിധാനങ്ങളുണ്ട്. അത് വെച്ചിട്ട് എല്ലാവരുടെയും ബോട്ടുകൾ പൊക്കി വെക്കും. ഇവിടെ ഈ ഐലൻഡില് ചുറ്റും വീടുകളാണ്. അപ്പുറത്താണെങ്കിൽ മറ്റേ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റുകളും, മൊത്തം അപ്പാർട്ട്മെന്റുകളാണ് ആ ഭാഗത്ത് കംപ്ലീറ്റ്. ഇതാണ് 1921 ഉണ്ടാക്കിയ ഈ ഐലൻഡിലെ ഏറ്റവും പഴയ വീട്. ബാഡ് ബോയ്സ് 2 കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു സാധനം മുങ്ങി കിടക്കുന്നുണ്ടോ? അതൊരു ഫ്ലോട്ടിംഗ് വീടാണ് ആ കാണുന്നത്. അതിന്റെ ബാക്കിൽ ഒരു കപ്പല് പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്ന നമ്മുടെ വെർജിൻ കപ്പല് അങ്ങ് കടലിലെത്തി. അവൻ ഡാറ്റ പറഞ്ഞു പോയി. ഇയാൾക്ക് ഇത് പറഞ്ഞ് ബോറടിക്കുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കത്തില്ലേ പറയുന്നത്? അത് ഒരു ദിവസം എത്ര ട്രിപ്പിലുണ്ടാവും, എത്ര ട്രിപ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇവര് ഒരേ കാര്യം പറഞ്ഞിരുന്ന്
അവർക്ക് ബോറടിക്കില്ല ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അതും പുള്ളി ഇംഗ്ലീഷിലും സ്പാനിഷിലും പറയുന്നുണ്ട്. ഒരു കണ്ടെയ്നർ ഷിപ്പാണ് ഈ കിടക്കുന്നത് കണ്ടത്. ആ കണ്ടെയ്നറിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ? നമുക്കറിയത്തില്ല ഒരു കണ്ടെയ്നറിന്റെ എത്ര വലിപ്പം ഉണ്ടെന്നുള്ളത്. ആ കണ്ടെയ്നറിന്റെ വലിപ്പം, ആ കപ്പലിന്റെ വലിപ്പം ഒക്കെ നോക്കി. ഇവരുടെ കണ്ടെയ്നർ ടെർമിനലാണ് ഈ കാണുന്നത്. ഇവിടെ ഇങ്ങനെ കുറെ കപ്പലുകൾ ഇങ്ങനെ കിടപ്പുണ്ടാവും. നമ്മുടെ വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനലൊക്കെ ഇല്ല, അതേപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടൊക്കെ പോലെ തന്നെ മയാമി പോർട്ട്. ഭാവിയിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലും ഇതേപോലെ ക്രൂസ് ഷിപ്പുകളൊക്കെ വരും. മനുഷ്യക്കടത്ത് വരെ കാണും അതിൻ്റെ അത്, ഉറപ്പല്ലേ? ആ വലിച്ചോണ്ട് പോകുന്ന ബോട്ടിനെയാണ് ടഗ് എന്ന് പറയുന്നത്. ഈ കപ്പൽ വലിച്ചോണ്ട് പോകുന്നത് കണ്ടോ? ഇത് ബാക്കിൽ നിന്നും ഒരു സംഭവമുണ്ട് കണ്ടില്ലേ? എവിടേക്കോ കൊണ്ടുപോകുന്ന കുറെ കാറുകളാണ് ആ കപ്പലിലുള്ളത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. ഇതിന്റെ പ്രശ്നം പറഞ്ഞാൽ ഇതിനകത്ത് കയറി ഇരുന്ന് കുറച്ചേരം കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അതാണ് പ്രശ്നം. ഉറക്കത്തില്ല, കാറ്റടിച്ചിട്ട്. അങ്ങനെ ബോട്ടിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്നു. പക്ഷെ കണ്ടില്ലേ, ഇതൊക്കെയാണ് മയാമി വൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. എന്ത് സംഭവം? ഫ്രീ എന്തോ പറയാൻ പറ്റും. നമ്മൾ രാവിലെ കണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ വൈബായി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇവിടുന്ന് അരമണിക്കൂർ യാത്ര. അരമണിക്കൂറേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. വാവ്. ഇന്ന് രാത്രിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണം നോക്കൂ. നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചേച്ചി ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. സ്നേഹം വാരി വിതറിക്കൊണ്ടിരിക്കുകയല്ല. മറ്റേ ഷൈജു പറഞ്ഞിട്ടുണ്ടായില്ല, നിങ്ങളിത് കാണുക ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന സാധനം. ഓക്കെ, ഇത് ഞാൻ ഉണ്ടാക്കിയ സാലഡ്. ഇതാരോ ഉണ്ടാക്കിയിട്ട് എപ്പോഴോ കൊണ്ടുവന്ന മീനച്ചാറ്. പിന്നെ ഇത് ചേച്ചി ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. മാങ്ങാക്കറി. പിന്നെ ഇത് അവിയല്. സ്വപ്നം ഉണ്ടാക്കിയതല്ലേടി? ഇങ്ങനെ പറയരുത്, പോകണം മിണ്ടായി ഇപ്പോ അങ്ങനൊന്നും പറയാതെ. ആ പിന്നെ നമ്മുടെ മീൻ വറുത്തത്, അത് ചേച്ചി ഉണ്ടാക്കിയത് തന്നെയാ. മീൻ വറുത്തത് ആന്നു. ചോറ് അതും ചേച്ചി ഉണ്ടാക്കിയതാ. പിന്നെ ഇത് എന്തോ ഒരു കറി ഇരിപ്പുണ്ട്. നമ്മൾ ചിക്കൻ കറി ചൂടാക്കിയില്ല. ആ അതാണോ ഇത്? അത് ഈ കളറായിരുന്നോ? ചിക്കൻ കറി, പിന്നെ ചോറ്, പിന്നെ ഇത് കപ്പയും ബീഫും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. പക്ഷെ വേറെ കാര്യമുണ്ട്, താങ്ക്സ് ഗിവിങ്ങിനൊക്കെ പുള്ളിക്കാരി ടർക്കി വെക്കും. പുള്ളിക്കാരി ബേക്കിങ്ങിന്റെ ആളാ പുള്ളിക്കാരി. അടിപൊളി ബനാന ബ്രെഡ്, ടർക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എന്താണ് നമ്മൾ കുറെ ദിവസം ഡയറ്റ് ആയിരുന്നു. അപ്പൊ ഡയറ്റ് ഒക്കെ ഞാൻ പൊട്ടിക്കുകയാണ്. ഞാൻ കഴിക്കാൻ പോകണം, എനിക്ക് വിശക്കുന്നു. നാളെ രാവിലെ എണീക്കേണ്ടതല്ലേ? നാളെ 3:30 എണീക്കണം എന്നാ പറയുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് വണ്ടി കിടന്ന് ഉറങ്ങൂ. ഓക്കെ, എന്തെങ്കിലും ആട്ടോ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. സോ സീ യു ഗൈസ് ടുമോറോ. നാളെ നമ്മൾ നാസ പോകുന്നല്ലേ? നമ്മുടെ കെന്നഡി സ്പേസ് സെന്റർ, നാസ റോക്കറ്റ് വിടുന്ന സ്ഥലം. സ്പേസ് എക്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്തോട്ടോ. സ്പേസ് എക്സ് അതിൻ്റെ അകത്ത് തന്നെ. ഓക്കെ, ഇലോൺ മസ്കിന്റെ. നമുക്ക് പോയിട്ട് എന്തൊക്കെയാണ് പരിപാടികളൊക്കെ പോയി കാണാം. പിന്നെ മറ്റേ സാധനം ഏതാ? ഡേറ്റോണ ബീച്ച്, ഗെയിമേഴ്സിന്റെ പാരഡൈസ്. അവിടെയൊക്കെ നമ്മൾ പോകണം. പിന്നെ അവിടെ ഡ്രൈവിംഗ് ബീച്ച് എല്ലാം വരുന്നുണ്ട്. ഫുഡൊക്കെ അടിപൊളി. ഫ്രൂട്ടിന്റെ സാധനം, ടൈറ്റ് സാധനം വെച്ചാൽ ടൈറ്റ് സാധനം, ഒന്നും പറയാനില്ല, കിടുക്കൻ സാധനം. ഇതെന്റെ ഒരു സ്പെഷ്യൽ സലാഡാണേ. അടിപൊളി സാധനം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്, പിന്നെ പറഞ്ഞുതരാം. ബൈ.